എന്താണ് കാര്യം? വസ്തുനിഷ്ഠമായ കാര്യങ്ങളല്ലേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ്? ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നതല്ലേ നിയമസഭയിൽ, പ്രത്യേകിച്ച് പുറത്തും പറയേണ്ട ഒന്നും. ഞങ്ങളെ പഠിപ്പിക്കേണ്ട ശിവൻകുട്ടി. നിയമസഭയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചും രാഷ്ട്രീയ മര്യാദ സംബന്ധിച്ചും ശിവൻകുട്ടി ഞങ്ങളെ പഠിപ്പിക്കേണ്ട എന്ന് കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷവും ആവർത്തിച്ച് പറയുന്നതാണ്. കാരണം അത് കേരള നിയമസഭയിൽ മാണി സാറ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ശിവൻകുട്ടി എങ്ങനെയാണ് പെരുമാറിയത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കൃത്യമായി കണ്ടവരാണ്. ഞാനും AP അനിൽകുമാർ MLA-യും അദ്ദേഹം മന്ത്രിയാണ്, ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. എൻ്റെ മുൻപിലുള്ള ഡെസ്കിൽ കയറിയാണ് അദ്ദേഹം അന്നത്തെ താണ്ഡവ നൃത്തമാടിയത്. മാധ്യമങ്ങൾ കണ്ടതാണ്. അക്കാര്യം പ്രതിപക്ഷ നേതാവ് ഉറപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാവും. അതിന് മറുപടി പറയാൻ ശിവൻകുട്ടി കഴിയില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് നിൽക്കുന്നുണ്ട്. ആ കേസ് ഇല്ലാതാക്കാൻ ഗവൺമെന്റ് പൊതു ഖജനാവിലെ പണം ഉപയോഗിച്ച് എത്രയോ ശ്രമം നടത്തി. അത് പരാജയപ്പെട്ട് നിൽക്കുകയാണ്. വിചാരണ നേരിടുകയാണ് അദ്ദേഹം. അടിസ്ഥാനരഹിതമായ അത്തരം വിമർശനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയും. ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ശിവൻകുട്ടി ഞങ്ങളെ പഠിപ്പിക്കേണ്ട. പ്രതിപക്ഷ നേതാവിനെയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെയും സോണിയാഗാന്ധിയും ശിവൻകുട്ടി രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട. ശിവൻകുട്ടിയിൽ നിന്ന് രാഷ്ട്രീയ മര്യാദകൾ പഠിക്കേണ്ട യാതൊരു ആവശ്യവും ഞങ്ങൾക്കില്ല. ആരാ? പ്രസംഗത്തിലെ വാക്കുകളല്ലേ. ആരും മുഖ്യമന്ത്രി കൊല്ലം MP കുറിച്ച് ഉപയോഗിച്ച വാക്കാരും പറഞ്ഞിട്ടില്ലല്ലോ. മുഖ്യമന്ത്രി കൊല്ലം MP കുറിച്ച് പറഞ്ഞ വാക്കാരും പറഞ്ഞിട്ടില്ലല്ലോ. മുഖ്യമന്ത്രി താമരശ്ശേരി ബിഷപ്പിനെ കുറിച്ച് ഉപയോഗിച്ച വാക്കാരും പറഞ്ഞിട്ടില്ലല്ലോ. ആ വാക്കുകൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല, നിങ്ങൾക്കറിയാലോ. സോണിയാഗാന്ധിയെ കുറിച്ച് തെറ്റായ പരാമർശം നടത്തിയ ശിവൻകുട്ടി പിൻവലിച്ചു മാപ്പ് പറയണം.